ഒപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാനുള്ള നിർദ്ദേശം കൂടി കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തറ SI രേഷ്മ എന്നിവർക്കെതിരായ പരാതിയിലാണ് കേസെടുക്കാൻ തൃപ്പൂണിത്തറ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിരുന്നെങ്കിലും കേസ് തൃക്കാക്കര ACP അന്വേഷിച്ച് കഴമ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ അൻസിബ കോടതിയെ സമീപിച്ചത്. അതിനൊടുവിലാണിപ്പോൾ നടപടി ഉണ്ടാകുന്നത്. നവമി ദിനേശ് നമുക്കൊപ്പമുണ്ട്. നവമി, വീണ്ടും അൻസിബയ്ക്ക് കോടതിയിൽ നിന്നും അനുകൂലമായ നീക്കമുണ്ടാവുകയാണ്. കോടതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത അൻസിബയ്ക്ക് വിജയിക്കേണ്ടി വരുന്നു എന്നാണ് സാഹചര്യം. ഇതിൽ അന്വേഷണം ഉണ്ടാവുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥക്കെതിരെയും എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ടല്ലോ. അതെ സജിത്ത്, ആദ്യം അൻസിബ നൽകിയ പരാതിയായിരുന്നു ഇത് ലക്ഷ്മിപ്രിയക്കെതിരെ. അന്ന് ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ നൽകിയ പരാതി അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായി അൻസിബയെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അത് SI രേഷ്മയായിരുന്നു അന്ന് വിശദമായ മൊഴിയെടുത്തത്. ആ മൊഴിയെടുപ്പിനിടയിലുണ്ടായ മോശം അനുഭവത്തെ പരാതിയായിട്ടാണ് അൻസിബ പിന്നീട് കണക്കാക്കുകയും കോടതിയിലടക്കം പോവുകയും ചെയ്തത്. അന്ന് 3 മണിക്കൂറുകളോളം അൻസിബയെ സ്റ്റേഷനിലിരുത്തി ഹറാസ് ചെയ്തു. പിന്നീട് താൻ പറയാത്ത പല കാര്യങ്ങളും മൊഴിയിൽ എഴുതി ചേർത്തു. അങ്ങനെയുള്ള ആരോപണങ്ങളാണ് അൻസിബ ഉന്നയിക്കുന്നത്. അതിൽ തൃപ്പൂണിത്തറ ACP അതിലൊരു അന്വേഷണം നടത്തിയതിനു ശേഷം കണ്ടെത്തിയത് ഈ പരാതിയിൽ കഴമ്പില്ല എന്നാണ്. ഇത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ കോടതി അതിൽ ഉത്തരവിട്ടിരിക്കുകയാണ്, അന്വേഷണം നടത്തണം, ഇവർക്കെതിരെ കേസെടുക്കണമെന്ന്. അതായത് ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, SI രേഷ്മ ഇവർ 3 പേർക്കെതിരെയുമാണ് കേസെടുക്കാനായി തൃപ്പൂണിത്തറ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ കേസ് FIR രജിസ്റ്റർ ചെയ്യും. അൻസിബയുടെ മൊഴിയെടുക്കും. അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ, ജയേഷ്, ഭർത്താവ്, SI എന്നിവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ഇനി തുടർ നടപടികളായി നമ്മൾ കണക്കാക്കുന്നത്. അതിനിടയിൽ ഇന്നലെ ടിനി ടോമിനെതിരെ നൽകിയ പരാതിയിൽ കേസെടുക്കാനായി കടവന്ത്ര പോലീസിനോട് കോടതി നിർദ്ദേശം നൽകി. അതിന്റെ മൊഴി രേഖപ്പെടുത്താൻ അൻസിബയുടെ 5 മണിക്ക് സ്റ്റേഷനിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടു. അൻസിബ എത്തി മണിക്കൂറുകളോളം ഇരുന്നിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയില്ല. നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് അൻസിബ പിന്നീട് മടങ്ങുന്ന സാഹചര്യമാണ് കാണുന്നത്. എന്തായാലും പോലീസ് അൻസിബ നൽകിയ 2 പരാതികളിലും കോടതി നേരിട്ട് കേസെടുക്കാനാണ് ഇപ്പോൾ പോലീസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിലിപ്പോൾ എന്തായാലും തൃപ്പൂണിത്തറ SI ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ കോടതിയെ സമീപിക്കുമോ, ജാമ്യം അടക്കം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കായിരിക്കുമോ കടക്കുക എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നിലവിൽ ടിനി ടോമിനെതിരായിട്ടുള്ള കേസിലും ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും അൻസിബ വീണ്ടും കോടതിയെ സമീപിച്ച് അവിടുന്ന് നീതി താങ്ങിയെടുക്കാനുള്ള ശ്രമമാണ്. ഒരു ഒറ്റയാൾ പോരാട്ടം, ആ രീതിയിൽ കൂടി ഈ സാഹചര്യങ്ങളെ കാണാം. അതാണ് അൻസിബയുടെ പോരാട്ടം. അത് കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.